രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയ സാധ്യതകളെ ബാധിക്കില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ചർച്ച ചെയ്യുന്നതിലും ഭയമില്ല. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നത് CPIM ആണ്. ആരോപണ വിധേയരായ മുകേഷിനും PK ശശിക്കും പാർട്ടി പദവികൾ നൽകി. ഷാഫി പറമ്പലിനെ CPIM പ്രത്യേകം ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും PMA സലാം ആരോപിച്ചു. ഈ ഷാഫി പറമ്പലിനെതിരെയുള്ള ഈ ഒരു പ്രതിഷേധത്തിനൊരു ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, അവർ അങ്ങാടിയിൽ തോറ്റയാൽ അമ്മയോട്, അല്ലാതെ എന്താ? എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്ന പരാജയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തും ചെയ്യും. തൊട്ടതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വിഭ്രാന്തി വന്നിരിക്കുകയാണ്, വെപ്രാളം ഉണ്ടായിരിക്കുകയാണ്. അതാണ് അക്രമാസക്തമാകുന്നത്. ഈ രാഹുൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് DYFI ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് മുതിരുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ രാഹുൽ വിഷയം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ലീഗിന് അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ലേ, രാഹുൽ പ്രശ്നം മാത്രമല്ലല്ലോ കേരളത്തിൽ മുകേഷിൻ്റെ പ്രശ്നമില്ലേ, പിന്നെ PK ശശിയുടെ പ്രശ്നമില്ലേ, ഇതുപോലെ ഒരുപാട് ആളുകളുടെ പ്രശ്നമില്ലേ? കോൺഗ്രസ് ചെയ്തത് എന്താ? ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കി, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി. നേരെ മറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായ ആളുകളെ CPM ചെയ്തത് എന്താ? ശ്രീ മുകേഷിനെ ചലച്ചിത്ര വികസന കോർപ്പറേഷന് കൊണ്ടുപോയിരുത്തി, ശ്രീ ശശിയെ പിന്നെ KTDCയുടെ ചെയർമാനാക്കി, മറ്റേയാളെ കേരള ബാങ്കിൻ്റെ ചെയർമാനാക്കി. ഇങ്ങനെ അവർക്ക് കൂടുതൽ പദവി കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് വാഴ്ത്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത്. കോൺഗ്രസ് മാതൃകാപരമായ പ്രവർത്തനം കാണിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നോട്ടെ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു രാഹുൽ മാത്രമല്ല, കേരളത്തിലുണ്ടായ കാര്യങ്ങൾ മുഴുവൻ മീ-ടു പദ്ധതിയിലും സിനിമാ രംഗത്തും രാഷ്ട്രീയത്തിലും ഒക്കെ സ്വന്തം പാർട്ടിക്കാർ കൊടുത്ത ആരോപണങ്ങൾ ഒരുപാട് ആളുകൾ, അതിൻ്റെ മുമ്പ് ഞാൻ പറയാം, കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള പ്രമുഖരായ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കുറിച്ചൊക്കെ വന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ വിഷയത്തിലെ ലീഗിന്റെ നിലപാട് PMA സലാമിന് പറയാനുള്ളത്.